ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജ്യൂ ടിപ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ കൃതികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകർ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഈ കുറച്ച് കൃതികളുടെ പേരുകളൊക്കെ വരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മോക്ക് ടെസ്റ്റാണ് ഇത്. ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, കൃതികളുടെ പേര് പറയും, അത് ആരുടേതാണെന്നുള്ളത് കണ്ടെത്തുക കേട്ടോ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് നോക്കാം നമുക്ക് ശിശുവിനെ കണ്ടെത്തൽ, ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് അല്ലെങ്കിൽ ശിശുവിനെ കണ്ടെത്തൽ എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറിയുടെ ആണ് കേട്ടോ. ശിശുവിനെ കണ്ടെത്തൽ എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറിയുടെ ആണ്. ഇനി അടുത്തത് നോക്കാം, മർദ്ദിതരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മർദ്ദിതരുടെ ബോധനശാസ്ത്രം. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മർദ്ദിതരുടെ ബോധനശാസ്ത്രം, പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്നത് ആരുടേതാണ്? പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്നത് പൗലോ ഫ്രയറുടെ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിയാത്തവന് പഠിച്ചു വെച്ചേക്ക്, 1 മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, വിദ്യാലയവും സമൂഹവും, ദ സ്കൂൾ ആൻഡ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ദ സ്കൂൾ ആൻഡ് ദ സൊസൈറ്റി, വിദ്യാലയവും സമൂഹവും എന്ന് പറയുന്നത് ജോൺ ഡ്യൂയുടെ ആണ് വിദ്യാലയവും സമൂഹവും എന്ന് പറയുന്ന കൃതി. അടുത്ത് നോക്കൂ, പെഡഗോഗീസ് ഓഫ് ദ കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ. കിൻഡർ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആരുടെയാണ്? ഫ്രോബെൽഡെ ആണ് അല്ലേ. കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ എന്ന് പറയുന്നത് ഫ്രോബെൽഡെ ആണ്. അടുത്ത് നോക്കാം, എമിലി അല്ലെങ്കിൽ എമൈൽ എന്ന് പറയുന്നത് ആരുതാണ്? ഒത്തിരി പക്ഷേ ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എമിലി എന്നും പറയാം, എമൈൽ എന്നും പറയാം കേട്ടോ. അപ്പോൾ എമിലി എന്ന് പറയുന്നത് ആരുടേതാണ്? റൂസോയുടെ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിയാത്തവർ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അവിടെ നിന്ന് സോഷ്യൽ കോൺട്രാക്ട്, ഇതും ഒത്തിരി പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? റൂസോയുടെ തന്നെയാണ് അല്ലേ. റൂസോയുടെ തന്നെയാണ്. നെക്സ്റ്റ്, ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ കൃതിയാണ്. ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ കൃതിയാണ്. ഇനി ദ സിമ്പോസിയം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? സിമ്പോസിയം എന്ന് പറയുന്നതും പ്ലേറ്റോയുടെ തന്നെ കൃതിയാണ് കേട്ടോ. പ്ലേറ്റോയുടെ തന്നെയാണ് സിമ്പോസിയവും. നെക്സ്റ്റ്, ദി ഗാർഡനർ, തോട്ടക്കാരൻ എന്ന് പറയുന്ന കൃതി ആരുടേതാ? ദി ഗാർഡനർ എന്ന് പറയുന്നത്, തോട്ടക്കാരൻ എന്ന് പറയുന്നത് ആരുടെ? രവീന്ദ്രനാഥ് ടാഗോറുടെയാണ് തോട്ടക്കാരൻ എന്ന് പറയുന്ന കൃതി. നെക്സ്റ്റ്, കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് റോബർട്ട് എസ് വുഡ്വർത്തിൻ്റെ ആണ്. ഇതും PYQ ആണ് കേട്ടോ. കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി റോബർട്ട് എസ് വുഡ്വർത്തിൻ്റെ ആണ്. അപ്പോൾ നമ്മളിന്ന് 10 ബുക്കുകളുടെ പേര് പഠിച്ചു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ടിൽ എഴുതി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ LP UPയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മെയിൻ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇനി കുഞ്ഞു സെഷൻസ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.